ജനങ്ങൾക്ക് തീരാദുരിതമായി തുറവൂർ അരൂർ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച് 2 വർഷം പിന്നിടുമ്പോൾ പാതയിൽ പൊലിഞ്ഞത് നിരവധി ജീവനുകൾ. മഴക്കാലം കൂടി എത്തിയതോടെ അപ്രോച്ച് റോഡിലൂടെയുള്ള ജനങ്ങളുടെ യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. തുറവൂർ അരൂർ ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാണ്. ഉയരപ്പാറ നിർമ്മാണം തുടങ്ങിയതിനു ശേഷം 41 ജീവനാണ് പാതയിൽ പൊലിഞ്ഞത്. കൂടുതലും ഇരുചക്രവാഹന യാത്രികരാണ് മരണപ്പെടുന്നത്. 4 വരിപ്പാതയിൽ പാതയുടെ മധ്യത്തിൽ നിന്ന് ഇരുവശങ്ങളിലും 2 വരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇരുമ്പ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് കുറച്ചു. ഇതോടെ ഇത് ഒറ്റ വരിപ്പാതയായി കുറഞ്ഞു. ചരക്ക് ലോറികളും ടോറസ് വാഹനങ്ങളും സഞ്ചരിക്കുമ്പോൾ ഇതിനൊപ്പം പോകുന്ന ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണ്. മഴക്കാലം ആരംഭിച്ചതോടെ ചെളി നിറഞ്ഞ റോഡിൽ യാത്ര കൂടുതൽ ദുസ്സഹമായി. സർവീസ് റോഡുകളുടെ നിർമ്മാണത്തിനായി ദേശീയപാത വിഭാഗം 8 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം എങ്ങുമായിട്ടില്ല. ഈ സഞ്ചാരയോഗ്യത തടസ്സപ്പെടുത്താൻ സുപ്രീം കോടതി നിയമമുണ്ട്. ഇവിടെ ആരും നോക്കുന്നില്ല, ഒരു രാഷ്ട്രീയക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല. മന്ത്രിമാരെല്ലാം കൂടെ അപ്പുറത്തെ റോഡിൽ കൂടെ MC റോഡിൽ കൂടെ പോകുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ ചത്താ ജീവിച്ചെന്നൊരു ആൾക്കും അറിയാൻ പാടില്ല. ഇവിടെ ഞങ്ങൾ പരാതിപ്പെട്ട മുഴുവൻ പരാതിപ്പെട്ടും ഒരാളും തിരിഞ്ഞു നോക്കില്ല. നമ്മളെന്തെങ്കിലും തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ പോലീസുകാർ നമ്മുടെ പേര് കേസെടുക്കുകയാണ്. ഇത് ആരോട് പറയാനാണ്? നമ്മുടെ നിസ്സഹായാവസ്ഥ അറിയാൻ പറ്റുമല്ലോ. ഇപ്പം തന്നെ വണ്ടിക്കാർ വരുമ്പോൾ കൊല്ലല്ലേ എന്നും പറഞ്ഞ് നിൽക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം എവിടെയാണ് കുഴിയെന്നും എവിടെയാണ് റോഡെന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗതാഗത കുരുക്ക് പതിവായ റോഡിൽ പലപ്പോഴും മണിക്കൂറുകൾ കുരുക്കിൽ കിടക്കേണ്ട അവസ്ഥയാണ്. കുരുക്കൊഴിഞ്ഞാലും കുഴികൾ നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്രക്കാരുടെ നടുപിടിക്കും. വെള്ളമൊഴുകിപ്പോകാൻ ഓടകൾ നിർമ്മിക്കാത്തത് മൂലം ചെളി നിറഞ്ഞ റോഡിലൂടെ ഭീതിയോടെ വേണം കാൽനട യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ. രാത്രികാലങ്ങളിൽ മതിയായ വെളിച്ചവും പ്രദേശത്തില്ല. ഇതെല്ലാം അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായി. പരാതികൾ ആരോട് പറയും, ആര് പരിഹാരം കാണുമെന്ന ആശയക്കുഴപ്പത്തിലാണ് നാട്ടുകാരും ഇതുവഴി സഞ്ചരിക്കുന്നവരും. ഓഫ് റോഡ് യാത്രകൾ മാറി നിൽക്കും ഈ റോഡിലൂടെയുള്ള ദുരിത യാത്രയ്ക്ക് മുന്നിൽ. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. ഈ റിപ്പോർട്ട് കാണുമ്പോഴേ അറിയാം ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പൊറുതിമുട്ടിയ അവസ്ഥയിലാണെന്ന്. അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ കാണാം. യാത്രക്കാരാണെങ്കിൽ 3-4 മണിക്കൂർ കൊണ്ടൊക്കെയാണ് നമ്മൾ എറണാകുളം വരെ പോകണമെങ്കിൽ ഇപ്പോൾ 4 മണിക്കൂർ നേരം നമ്മൾക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യമാണ് വരുന്നത്. ഇപ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരാണെങ്കിൽ അതിനേക്കാളും വലിയ കഷ്ടമാണ്. നടന്നു പോകാൻ നമുക്ക് നിവൃത്തിയില്ല. കുഴിയും ഈ മോശമായ അവസ്ഥയിലുള്ള ഈ റോഡും കാരണം ഒരുപാട് പേരുടെ ജോലി തന്നെ മുടങ്ങുന്ന അവസ്ഥയുണ്ട്. പലരും തിരിച്ചു പോരുന്നു ജോലിക്ക് പോയിട്ട് സമയത്ത് കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ. ഈ ഹൈവേയുടെ സൈഡിൽ കൂടെ തന്നെ ഇപ്പോൾ അവർ പണിയുടെ കൂടെ നമ്മൾ വിടുന്നുണ്ടെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടിയാണ് ജനങ്ങൾ പാസ് ചെയ്യണത്. അത് ചെളിയും കൊണ്ടും കെമിക്കലും നിറഞ്ഞിട്ട് നമ്മളുടെ വാഹനങ്ങളെല്ലാം അടിവശം മൊത്തം ദ്രവിച്ച് ഒരു താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആയിരങ്ങളുടെ പണികളാണ്, റിപ്പയറിങ് പണികളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ടാക്സി ഓടിച്ചാണ് ഇവിടെ ഉപജീവനമാർഗ്ഗം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെയുള്ള ഇതൊക്കെ വരാൻ നേരത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ റോഡ് പണി എന്തായാലും സമാന്തര റോഡ് വൃത്തിയാക്കിയിടണം എന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത്. റോഡ് എന്ന് പറഞ്ഞാൽ നടന്നു പോകാനും വയ്യ. സൈക്കിളിലാണ് നമ്മൾ വരുന്നത്. സൈക്കിളിനും രക്ഷയില്ല, അപകടങ്ങൾ കൂടുതലാണ്. പിന്നെ നമ്മൾ കഷ്ടപ്പാട് കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. ഒരു രക്ഷയില്ല, പോകാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല. കുമ്പളങ്ങി വരെ തകർന്നു വാരി കിടക്കുന്ന റോഡ്. നമ്മളാ നശിക്കുന്ന നമ്മുടെ വണ്ടി. എൻ്റെ വണ്ടിയുടെ കൈയൊക്കെ ഒടിഞ്ഞു വേണം കഴിഞ്ഞ ദിവസം. അത് ഞാൻ കൊണ്ട് ഇണക്കിയതാണ്. പിന്നെ നമുക്കത് ആരുടെ ഒന്നും പറയാൻ പറ്റിയല്ല. ഇതല്ലേ പറ്റും, നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാതെയാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഈ അരൂർ മുതൽ തുറവൂർ വരെയുള്ള യാത്ര എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരുപാട് കഷ്ടത അനുഭവിച്ചാണ് ഈ ടാക്സി വാഹനങ്ങളാണെങ്കിലും ഓട്ടോറിക്ഷ ആണെങ്കിലും ഈ മൊത്തത്തിലുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അപ്പോൾ സർക്കാർ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ഇതിന് നടത്തുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് പ്രതിഷേധങ്ങൾ ഇതിന് മുൻപൊക്കെ അറിയിച്ചു കഴിഞ്ഞ്, എന്നിട്ട് പോലും ഇപ്പോൾ തന്നെ ഈ അരൂരിനും തുറവൂരിനും ഇടയ്ക്ക് 50ഓളം പേര് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തണമെന്നാണ് ഈ ഡ്രൈവേഴ്സ് സംഘടനത്തിൻ്റെ പ്രതിനിധി എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അജയ് നാഥ് ചേരുന്നുണ്ട്. അജയ്, നിർമ്മാണം പൂർത്തീകരിച്ചാൽ രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ ഉയരപ്പാതയായി മാറേണ്ട, നാടിന്റെ വികസനത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുന്ന ഒരു പാതയാണ്. പക്ഷേ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ജനങ്ങളെ ഇത്രയധികം ദുരിതത്തിലാക്കുന്നത്.
വികസനം നാടിൻ്റെ പുരോഗതിക്കും ജനങ്ങളുടെ നന്മയ്ക്കും അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഇത്തരത്തിൽ ജനങ്ങളെ ദുരിതത്തിലാക്കിയുള്ള വികസനം അതാർക്കു വേണ്ടിയാണെന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. ഏറ്റവും പ്രധാനമായും ഈ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം ടാറിംഗ് ഉൾപ്പെടെ പൂർത്തീകരിച്ച ശേഷം മാത്രമേ ഉയരപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കാവൂ എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളൊരു നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലായിട്ടില്ലെങ്കിൽ കൂടിയും ഇപ്പോൾ തന്നെ നിരവധിയായ ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്. അതിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുണ്ട്. പക്ഷേ ഇപ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ മഴ കൂടി കനത്തതോടെ റോഡിലാകത്തന്നെ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. ആ കുഴികൾ അറിയാതെ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ ഈ കുഴിയിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ നിർമ്മാണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് ഈ കുഴി മൂടുന്ന സാഹചര്യമാണുള്ളത്. അത് നല്ല ശക്തമായൊരു മഴയെത്തുമ്പോൾ വീണ്ടും കുഴി രൂപപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ ശാശ്വതമായൊരു പരിഹാരം ഇതിനുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ ആകെ ആക്ഷേപം എന്നുള്ളത്. മറ്റൊന്ന്, ഇനിയും ഈ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 50ഓളം ആളുകൾ നിലവിൽ മരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്നും ഈ നില തുടർന്നാൽ എത്ര ജീവനുകൾ കൂടി ബലി നൽകേണ്ടി വരും എന്നുള്ള ഏറ്റവും വലിയ ആശങ്കയാണ് ജനങ്ങളാകെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നത്.